ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗത്തിലെ 10-ാമത്തെ ശ്ലോകം. അഭ്യാസേഭ്യ സമർത്ഥോസി മത് കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അഭ്യാസേ അഭി, അഭ്യാസയോഗത്തിനും അസമർത്ഥഃ അസി, നീ സമർത്ഥനല്ലെങ്കിൽ മത് കർമ്മ പരമ ഭവ, എനിക്കായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നവനായി തീരൂ. മദർത്ഥം, എനിക്ക് വേണ്ടി, കർമാണി കുർവൻ അഭി, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും, സിദ്ധിം അവാപ്സ്യസി, നിനക്ക് പരമസിദ്ധി പ്രാപിക്കാം. ഭഗവത് സ്മരണ ആവർത്തിച്ചുറപ്പിക്കുന്ന കാര്യത്തിലും ശക്തനല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തൽപരനായി ഭവിക്കൂ. എനിക്കായി പ്രത്യേക കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ക്രമേണ ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും. ഹൈന്ദവ ദാർശനിക ഗ്രന്ഥങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആധ്യാത്മിക പുരോഗതിക്ക് വിവിധങ്ങളായ സമ്പൂർണ്ണ മാർഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ്. എത്രത്തോളം കൂടുതൽ പഠിക്കുന്നുവോ അത്രത്തോളം നന്നായി ഓരോരുത്തരും പിന്തുടരുന്ന മാർഗത്തിൻ്റെ ശാസ്ത്രീയത അവരവർക്ക് ബോധ്യപ്പെടും. മനസ്സ് വിക്ഷേപ കലുഷിതമാണെങ്കിൽ അഭ്യാസയോഗത്തിനും സാധകൻ സമർത്ഥനാവില്ല. അതിനുവേണ്ടി ബലപ്രയോഗം ചെയ്താൽ വിപരീത ഫലം നടക്കുകയും ചെയ്യും. മാനസികമായ സമ്മർദ്ദവും പിരിമുറുക്കവും അതുവഴി ഉണ്ടാകും. അത് ഒഴിവാക്കേണ്ടതാണെന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. ആത്മവികാസത്തെ ത്വരിതപ്പെടുത്തുന്നതിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ധ്യാനം. അതിനാൽ സ്വാഭാവികമായും ഒരു തരം സാധന സാധ്യമല്ലാത്തവർക്ക്, ഒരു തരത്തിലുള്ള സാധന ചെയ്യാൻ കഴിയാത്ത ആൾക്ക് അതിന് പകരം മറ്റൊന്ന് നിർദ്ദേശിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിരന്തര സ്മരണ സാധിക്കുന്നില്ല, മനസ്സിൻ്റെ അത്യന്ത ചഞ്ചലത്വ നിമിത്തം അഭ്യാസവും തരപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? ഭഗവാനെ ലക്ഷ്യമാക്കി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയേ പിന്നെ മാർഗമുള്ളൂ. ലോകകാര്യങ്ങളിൽ മുഴുകിക്കഴിയുമ്പോൾ ഭഗവത് പൂജാപരങ്ങളായി പ്രത്യേകം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നവ. നിരന്തര സ്മരണയും ഉറപ്പായ ലക്ഷ്യബോധവുമുണ്ടെങ്കിൽ എല്ലാ കർമ്മങ്ങളും ഭഗവത് അർച്ചനാരൂപത്തിൽ അനുഷ്ഠിക്കാൻ കഴിയും. അതിന് കഴിവില്ലാത്തയാൾ ഭഗവാന് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെ പ്രസിദ്ധമായി തീർന്നിട്ടുള്ള നവവിധാനുഷ്ഠാനങ്ങളിൽ ഏതും അനുഷ്ഠിക്കാം. അതുപോലെ ക്ഷേത്രദർശനം, തീർത്ഥയാത്ര, ഭഗവത് പൂജ ചെയ്യുക, പുരാണ പാരായണത്തിലൊക്കെ ഏർപ്പെടുക, വ്രതങ്ങൾ അനുഷ്ഠിക്കുക, ഭജന സംഘങ്ങളോടുകൂടി ഭജനകൾ നടത്തുക തുടങ്ങിയവയാണ് ഇതിനുള്ള ഉപായങ്ങൾ. ഇങ്ങനെ ഭഗവത് പൂജാകർമ്മപരനായി ദിവസവും കുറേ സമയം ചിലവഴിക്കുമെങ്കിൽ അതും അഭ്യാസയോഗത്തിന് വഴിതെളിയിക്കും. അഭ്യാസയോഗം അനന്യഭജനത്തിൽ കൊണ്ടെത്തിക്കും. തുടർന്ന് ജ്ഞാനവും മുക്തിയും സാധ്യമായി തീരുകയും ചെയ്യും. ഭഗവത് പൂജാവിധികൾ ഒരുവനെ സിദ്ധിയിൽ എത്തിക്കുന്ന ക്രമമിതാണ്. എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്താലും ക്രമേണ ഈശ്വരനെ പ്രാപിക്കാൻ കഴിയുമെന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ താല്പര്യമിതാണ്. ഈശ്വരപരങ്ങളായ കർമ്മങ്ങളുടെയും ലക്ഷ്യം ഭക്തമനസ്സിൻ്റെ ഏകാഗ്രത വളർത്തുകയാണ് എന്നതാണ്. പ്രാരബ്ധങ്ങളുടെ ആധിക്യവും ചുറ്റുപാടുകൾ പ്രതികൂലവുമാണെങ്കിൽ ഭഗവത് പരമായി കർമ്മമനുഷ്ഠിക്കാനും കഴിയുന്നില്ല. അങ്ങനെയുള്ളവർക്കുള്ള ഒരു സമാധാനമാണ് ഈ 11-ാമത്തെ ശ്ലോകം. അധൈതദ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തഥാ കുരു യഥാത്മവാൻ. ഈ ശ്ലോകത്തെ ഒന്ന് പിരിച്ചു പറയുന്നുണ്ട്. അഥ ഏതത് അഭി അശക്തഃ അസി കർത്തും മദ്യോഗം ആശ്രിതഃ സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. അധഃ ഏതത് അഭി കർത്തും, ഇനി ഇതുപോലും ചെയ്യാൻ അശക്തഃ അസി, നീ ശക്തനല്ല എന്നിരിക്കട്ടെ. തതഃ, എന്നാൽ പിന്നെ
മദ്യോഗം ആശ്രിതഃ. എന്നെ ആശ്രയിച്ചുകൊണ്ട് യഥാത്മവാൻ മനസ്സംയമനത്തോടെ കഴിയുന്നത്ര മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് സർവകർമ്മഫലത്യാഗം കുരു, സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കൂ. ഇനി എനിക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പോലും നീ കഴിവില്ലാത്തവനാണെങ്കിൽ എന്നെ ശരണം പ്രാപിച്ച് കഴിയുന്നത്ര മനസ്സിനെ നിയന്ത്രിച്ച് തുടർന്ന് എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കാൻ യത്നിക്കൂ. അനന്യഭജനം സാധ്യമല്ല, അഭ്യാസവും സാധ്യമല്ല. ഭഗവാന് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ചുറ്റുപാടുകൾ അനുവദിക്കുന്നുമില്ല. പിന്നെ എന്താണ് മാർഗം? ഓർമ്മിക്കാൻ പറ്റുമ്പോഴൊക്കെ ഭഗവാനെ ശരണം പ്രാപിച്ച് ലോകസങ്കല്പങ്ങളും വികാരങ്ങളും കുറച്ചു തരാൻ പ്രാർത്ഥിക്കണം. ലൗകിക ഫലങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഭഗവത് പ്രാപ്തി ലക്ഷ്യമായി ഉറപ്പിക്കാനും യത്നിക്കണം. ഈ ശ്ലോകത്തിൽ ഭഗവത് യോഗം ആശ്രയിച്ച് മനസ്സിനെ അടക്കി സർവകർമ്മ ഫലത്യാഗം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നതിന് സൗകര്യപ്പെടുമ്പോഴൊക്കെ അതിനുവേണ്ടി യത്നിക്കണം എന്നാണ് താല്പര്യം. ഭഗവത് യോഗവും യഥാത്മത്വവും സർവകർമ്മ ഫലത്യാഗവും നേടിക്കഴിഞ്ഞാൽ അതുതന്നെയാണ് അനന്യഭജനം. നിരന്തരമായി ബോധപൂർവം ഇവ നേടാൻ ശ്രമിക്കുന്നതാണ് അഭ്യാസം. ഇവ നേടാനുള്ള അഭ്യാസത്തിന് ഒരു പശ്ചാത്തലമൊരുക്കുകയാണ് ഭഗവാന് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇവ മൂന്നും കഴിയാത്തയാളിനോടാണ് നാലാമത് ഭഗവാനെ ശരണം പ്രാപിച്ച് മനസ്സടക്കി സർവകർമ്മഫലത്യാഗം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേടേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ്. അവ നേടാനുള്ള ക്രമമായ അനുഷ്ഠാനങ്ങളാണ് മുൻപ് വിവരിച്ചിരുന്നത്. അവയൊന്നും സാധ്യമല്ലെങ്കിൽ ഈ ക്രമമൊന്നും വേണ്ട. തരം കിട്ടുമ്പോഴൊക്കെ ഈ മൂന്ന് കൂട്ടവും നേടാൻ യത്നിക്കേണ്ടതാണ്. ഇതിനപ്പുറം പിന്നെയൊന്നും ഇനി പറയാനില്ല. ആരെയും സത്യാന്വേഷണ മാർഗത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഗീതാചാര്യൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഫലത്യാഗം എന്ന് പറഞ്ഞാൽ ഈശ്വരബുദ്ധിയെ അവലംബിച്ചുകൊണ്ടുള്ള ഫലേച്ഛാത്യാഗമാണ്. പരാഭക്തിയിലെത്തി പരമാത്മനിഷ്ഠ നേടാനുള്ള സാധനാനുഷ്ഠാനങ്ങളുടെ ക്രമം ഇങ്ങനെ വിവരിക്കാൻ എന്താണ് കാരണമെന്ന് ഭഗവാൻ അടുത്ത ശ്ലോകം കൊണ്ട് വ്യക്തമാക്കുന്നു. 12ാമത്തെ ശ്ലോകം. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗാത് ശാന്തിരനന്തരം. ഈ ശ്ലോകത്തെയും ഒന്ന് പിരിച്ചു പറയുന്നുണ്ട്. ശ്രേയഃ ഹി ജ്ഞാനം അഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗം ത്യാഗാത് ശാന്തി അനന്തരം. അഭ്യാസാത് അഭ്യാസത്തേക്കാൾ ജ്ഞാനം ശ്രേയഃ ഹി ജ്ഞാനം തന്നെയാണ് ശ്രേഷ്ഠം. ജ്ഞാനാത് ജ്ഞാനത്തേക്കാൾ ധ്യാനം വിശിഷ്യതേ ധ്യാനം വിശിഷ്ടമാണ്. ധ്യാനാത് ധ്യാനത്തേക്കാൾ കർമ്മഫലത്യാഗഃ കർമ്മഫലത്യാഗം കർമ്മഫലേച്ഛാത്യാഗം ശ്രേയഃ ശ്രേഷ്ഠമാകുന്നു. ത്യാഗാത് അനന്തരം ത്യാഗത്തിൽ നിന്ന് തുടർന്ന് ശാന്തിഹി ശാന്തിയുണ്ടാകുന്നു. വസ്തുബോധം കൂടെയുള്ള ധ്യാനാഭ്യാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. എന്തെന്നാൽ ജ്ഞാനം കാരണമായി ധ്യാനസാധന നിരന്തരവും ലളിതവുമായി വിശേഷപ്പെട്ടതായി ഭവിക്കുന്നു. ധ്യാനം ഇങ്ങനെ നിരന്തരവും ലളിതവുമായി തീർന്നാൽ തുടർന്ന് കർമ്മഫലേച്ഛാത്യാഗം സുഗമമാകും. ഈശ്വരധ്യാനപൂർവകമായ ഫലേച്ഛാത്യാഗം കൊണ്ട് തുടർന്ന് ആത്മനിഷ്ഠമായ ശാന്തി അനുഭവിക്കുമാറാകും. ത്യാഗം കൊണ്ട് നേടേണ്ട ആത്മശാന്തിയാണ് പരമലക്ഷ്യം. അതുതന്നെയാണ് ഈശ്വരപ്രാപ്തി. ഇതിനുള്ള സമഗ്ര സാധനയാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചത്. അത് സാധിക്കാത്തവർ അല്പാൽപമായെങ്കിലും ആ സാധന ശീലിക്കണമെന്നാണ് 9, 10, 11 ശ്ലോകങ്ങളിൽ വ്യക്തമാക്കിയത്. തുടർന്ന് 12ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ 8ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ച സമഗ്ര സാധനയെ യുക്തിയുക്തം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. വസ്തുബോധം, മനോനാശം, വാസനാക്ഷയം ഇവ ഒരുമിച്ച് വളർത്തിയാലാണ് ആത്മശാന്തി എന്ന ജീവൻ മുക്തി ലഭ്യമാകൂ. വസ്തുബോധമാണ് ജ്ഞാനം, ധ്യാനം ഉറപ്പിക്കലാണ് മനോനാശം,
ഫലേച്ഛാത്യാഗമാണ് വാസനാക്ഷയം. ഇവ ഓരോന്നും പരസ്പര പൂരകമാണ്. ആത്മശാന്തി എന്ന അപരോക്ഷജ്ഞാനത്തോടെ ഇവ മൂന്നും ലക്ഷ്യത്തിലെത്തി അനുഭവമായി തീരുകയും ചെയ്യുന്നു. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ശ്ലോകത്തിൻ്റെ താല്പര്യം നോക്കാം. ജ്ഞാനം അഭ്യാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഇവിടത്തെ ജ്ഞാനം ഗുരുമുഖത്തു നിന്നും ശാസ്ത്ര പഠനത്തിൽ നിന്നും ലഭിച്ച സിദ്ധാന്തപരമായ വസ്തുബോധമാണ്. വസ്തു ഒന്നേയുള്ളൂ എന്ന് ബുദ്ധിക്കും യുക്തിക്കും തെളിഞ്ഞു കിട്ടി. ഇനി അത് പ്രത്യക്ഷമായി അനുഭവിക്കണം. സിദ്ധാന്തപരമായ ഈ വസ്തുബോധം ഉറപ്പുവന്നയാൾ സഗുണോപാസകനായാലും നിർഗുണോപാസകനായാലും പ്രപഞ്ചം ഈശ്വരൻ്റെ പ്രകടഭാവമാണെന്ന് നല്ല പോലെ അറിയുന്നു. അങ്ങനെയുള്ളയാൾ ഏതു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് വസ്തുബോധത്തോടെ ഈശ്വര ധ്യാനത്തിൽ അനായാസേന പറ്റി നിൽക്കും. അതാണ് ജ്ഞാനം കൊണ്ട് ധ്യാനം വിശിഷ്ടമായി തീരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിക്ക് വസ്തുബോധം ഉറപ്പുവരാതെ കൂടെ കൂടെ ധ്യാനം പരിശീലിക്കുന്ന അഭ്യാസത്തേക്കാൾ ധ്യാനത്തെ നിരന്തരവും അനായാസവുമാക്കി തീർക്കുന്ന ജ്ഞാനം ശ്രേഷ്ഠമാണെന്ന് തീർച്ചയാണ്. ഈശ്വരധ്യാനം ജ്ഞാനസഹായം നേടി നിരന്തരമാകുന്നതോടെ ഫലേച്ഛാത്യാഗം സുഗമമാകും. മനസ്സിനെ പറ്റി നിൽക്കാൻ കർമ്മഫലം അല്ലെങ്കിൽ ഈശ്വരൻ, ഇങ്ങനെ രണ്ട് വസ്തുക്കളേയുള്ളൂ. നിരന്തരമായി ഈശ്വരനിൽ മനസ്സ് പറ്റി നിൽക്കുമെങ്കിൽ ഫലേച്ഛ താനെ ഒഴിഞ്ഞു പോകുന്നു. ഫലേച്ഛ പൂർണ്ണമായി ഒഴിയുന്നതാണ് വാസനാക്ഷയം. വാസനാക്ഷയത്തിന് ശക്തി കൂടുന്തോറും ധ്യാനം ഉറച്ച് മനസ്സടങ്ങും. മനസ്സടങ്ങും തോറും പരോക്ഷജ്ഞാനം പ്രത്യക്ഷജ്ഞാനമായി മാറും. ഇങ്ങനെ ജ്ഞാനം, ധ്യാനം, ഫലേച്ഛാത്യാഗം അഥവാ തത്വബോധം, മനോനാശം, വാസനാക്ഷയം ഇവ ഒരുമിച്ച് പ്രവർത്തിക്കുമെങ്കിൽ അചിരേണ പരാഭക്തി അഥവാ ബ്രഹ്മനിഷ്ഠ കൈവരുകയും ചെയ്യും. അതുതന്നെയാണ് ശ്ലോകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ശാന്തി. ഒരുമിച്ച് ഇവ മൂന്നും ശീലിക്കാൻ കഴിവില്ലാത്തവർ വസ്തുബോധമില്ലെങ്കിലും ധ്യാനം അഭ്യസിക്കണം. ധ്യാനം ഉറയ്ക്കുന്നില്ലെങ്കിൽ ഭഗവത് പൂജാകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ സൗകര്യം പോലെ അല്പാൽപമായി തരം കിട്ടുമ്പോഴൊക്കെ ഇവ ശീലിക്കണം. 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളുടെ താല്പര്യം ഇങ്ങനെ സ്പഷ്ടമാണ്. പക്ഷേ 12ാമത്തെ ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോൾ ചിലർ ജ്ഞാനം അഭ്യാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്, ജ്ഞാനത്തേക്കാൾ ധ്യാനം ശ്രേഷ്ഠമാണ്, ധ്യാനത്തേക്കാൾ കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാണ് എന്ന് വിവരിച്ചു കാണുന്നുണ്ട്. അഭ്യാസത്തേക്കാൾ ജ്ഞാനം ശ്രേഷ്ഠം തന്നെയാണ്. ശ്ലോകത്തിൽ ശ്രേയഃ എന്ന പദപ്രയോഗം കൊണ്ട് തന്നെ അത് സ്പഷ്ടമാണ്. പക്ഷേ ജ്ഞാനത്തേക്കാൾ ധ്യാനം ശ്രേഷ്ഠമാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ജ്ഞാനത്തിന് കഴിവില്ലെങ്കിൽ അഭ്യാസയോഗം സ്വീകരിക്കൂ എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധ്യാനാഭ്യാസത്തേക്കാൾ ജ്ഞാനത്തിന് മേന്മയുണ്ടെന്ന് സിദ്ധം. ജ്ഞാനം ധ്യാനത്തെ വിശിഷ്ടമാക്കി തീർക്കുമെന്നാണ് ജ്ഞാനാധ്യാനം വിശിഷ്യതേ എന്ന വാക്യത്തിനർത്ഥം. വിശിഷ്യതേ എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധാർഹമാണ്. അങ്ങനെ വിശിഷ്ടമായി തീരുന്ന ധ്യാനം ഫലേച്ഛാത്യാഗമെന്ന കാര്യത്തെ ഉണ്ടാക്കുമെന്നാണ് ധ്യാനാത് കർമ്മഫലത്യാഗഃ എന്നതിനർത്ഥം. ധ്യാനാത് എന്നുള്ളിടത്തെ പഞ്ചമി വിഭക്തി കർമ്മഫലത്യാഗമെന്ന കാര്യത്തിൻ്റെ കാരണം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിന് ധ്യാനത്തേക്കാൾ കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാണ് എന്നർത്ഥം പറഞ്ഞാൽ സർവത്ര ആശയക്കുഴപ്പത്തിന് ഇടയാകുന്നതാണ്. ത്യാഗാത് ശാന്തിഹി എന്നുള്ളിടത്തെ കാര്യകാരണഭാവം സംശയാതീതമാണ് താനും.